പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായിട്ട് പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ പറയും: നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം നമുക്ക് കൃപ കിട്ടുന്നത് എവിടെ നിന്നാണ്? നമുക്ക് സമാധാനം കിട്ടുന്നത് എവിടെ നിന്നാണ്? ഇന്ന് മനുഷ്യരെല്ലാം സമാധാനത്തിനും കിട്ടുന്നതിന് വേണ്ടി നെട്ടോട്ട് ഓടുക. എന്ത് ചെയ്താൽ സമാധാനം കിട്ടും? അതിനുള്ള വഴികൾ പലതും ഇന്ന് മനുഷ്യൻ തേടി കിടക്കുക. മദ്യപിക്കുന്ന ഒരാൾ ചോദിച്ചാൽ നിങ്ങൾ എന്തിനാ മദ്യപിക്കുന്ന ചോദിച്ചാൽ പറയും എനിക്ക് അല്പം സമാധാനം കിട്ടാനാണ്. പക്ഷെ സമാധാനം കിട്ടാൻ മദ്യപാനം ആരംഭിച്ചവൻ അവൻ സമാധാനമില്ലാതെ അവസാനം ആ മദ്യപാനത്തിൽ അവനങ്ങ് നശിച്ചു പോവുകയാണ്. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ സമാധാനം എവിടുന്നാ കിട്ടുന്നത്? പൗലോസ് പറയുക, പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന്. നമ്മൾ പടുത്തുയർത്തിയ വലിയ സാമ്രാജ്യങ്ങളിൽ നിന്നല്ല നമുക്ക് സമാധാനം കിട്ടുന്നത്. നാം പടുത്തുയർത്തിയ നമ്മുടെ സ്ഥാനമാനങ്ങളിൽ നിന്നല്ല നമുക്ക് സമാധാനം കിട്ടുന്നത്. കൃപയും സമാധാനവും നൽകുവാൻ കഴിയുന്ന ഒറ്റ ഒരാളെ ഉള്ളൂ, അത് നമ്മുടെ ദൈവമാണ്. ദൈവത്തിങ്കൽ നിന്നും പുത്രനിൽ നിന്നും പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് സമാധാനം തരികയാണ്. അതല്ലേ യേശു പോകുന്നതിന് മുമ്പ് പറഞ്ഞ്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോവാ. അടുത്തത്, അത് ലോകം തരുന്ന പോലെ അല്ല. ലോകം തരുന്ന സമാധാനം എന്താണെന്ന് യേശുവിനറിയാം. അത് താൽക്കാലികമാണ്. വെള്ളത്തിൽ പൊങ്ങി വരുന്ന ഒരു കുമള പോലെ അതേ സമയം പൊട്ടിപ്പോവാം. പക്ഷെ യേശു നൽകുന്ന സമാധാനം, മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു സഹോദരൻ മരിച്ചപ്പോൾ. പക്ഷെ അവർക്ക് നഷ്ടപ്പെട്ട സമാധാനത്തെ തിരിച്ചു കൊടുക്കുവാൻ അവിടെ ഉണ്ടായിരുന്ന ന്യായശാസ്ത്രിമാർക്കോ ഒരു പുരോഹിതന്മാർക്കോ ബന്ധുക്കൾക്കോ ചാർത്തക്കാർക്കോ കഴിഞ്ഞില്ല. പക്ഷെ യേശു അവർക്ക് നഷ്ടപ്പെട്ട സമാധാനത്തെ തിരിച്ചു കൊടുത്തു. കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞു വിളമ്പിക്കൊണ്ടിരുന്നപ്പോ വീഞ്ഞു തീർന്നു പോയി, സമാധാനം നഷ്ടപ്പെട്ടില്ലേ? ആർക്കെങ്കിലും സമാധാനം തിരിച്ചു കൊടുക്കാൻ സാധിച്ചോ? പക്ഷേ വിവാഹത്തിന് വന്ന യേശു കർത്താവ് അവർക്കുള്ള സമാധാനം നഷ്ടപ്പെടാതെ അതിനെ തിരിച്ചു കൊടുത്തു. ഇതുപോലെ എത്ര സംഭവങ്ങൾ വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഇന്ന് പകൽക്കാല കൃപയും സമാധാനവും ദൈവത്തിങ്കൽ ഉള്ളൂ. മനുഷ്യരിൽ ആശ്രയിക്കരുത്. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രരിൽ നിങ്ങൾക്ക് ആശ്രയിക്കരുത്. ഇതിനേക്കാൾ ഉപരിയായി ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കുക. നീതിമാനായ ദൈവം നീതിയോടെ നിങ്ങളെ നടത്തും. പരിശുദ്ധനായ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ സമാധാനം, നിങ്ങളുടെ ജോലിയിൽ സമാധാനം, നിങ്ങൾക്ക് വേണ്ട എല്ലാ മേഖലയിലും വേണ്ട സമാധാനം ദൈവം നൽകും. ആകയാൽ വിശ്വാസത്തോടും പ്രത്യാശയോടും അത് ദൈവിക കൃപയോടും ഇന്ന് പകൽക്കാലം മുന്നോട്ട് പോകുക. കർത്താവ് നിങ്ങൾക്ക് സമാധാനം നൽകും, കൃപ നൽകും. കൃപ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അർഹിക്കാത്ത സ്ഥാനത്ത് ദൈവം ദാനമായി നൽകുന്ന ഒന്നാണ്. നിങ്ങളുടെ കഷ്ടതയെ കൃപയാകുന്ന പേപ്പർ കൊണ്ടങ്ങ് പൊതിയുക ദൈവം. സ്തോത്രം. നിങ്ങളെ കഷ്ടത മൊത്തം ദൈവം കൃപയ്ക്കകത്തങ്ങ് പൊതിയ. പൗലോസിനോട് അതിൽ പറഞ്ഞേ, എന്റെ കൃപ നിനക്ക് മതി. പൗലോസ് ക്ഷീണിതനായി പ്രയാസപ്പെട്ട് രോഗം മാറാൻ യേശുവിന്റെ അടുത്ത് ചെന്നപ്പോൾ യേശു പറഞ്ഞ, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. മോനെ, എന്റെ കൃപ നിനക്ക് മതി, ഞാൻ ഇതിനെ മാറ്റുന്നില്ലെന്ന്. അതിനുശേഷം പൗലോസ് പിന്നീട് ഒരിക്കലും പരിഭവം പറഞ്ഞുകൊണ്ട് ചെന്നില്ല. ആകയാൽ കൃപയും സമാധാനം നൽകുന്ന ഈ കർത്താവിന്റെ മാറോട് ചേർന്നിരുന്ന് ആ ചൂട് പിടിച്ച് സമാധാനത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാണ്.